ടിവിയും സീരിയലും ഓഫാക്കി അല്ലേ? പക്ഷെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്താലോ പിന്നെന്താ അവസ്ഥ? പുകവലിക്കാർ 14-15 മണിക്കൂർ പുകവലിക്കാതെ ഇരുന്നു. പക്ഷേ അത് ഇരട്ടി ഒരു മാസത്തിന്റെ കൂടി ശവ്വാല് വലിച്ചു തീർത്താലോ? ചില ആളുകൾ നിസ്കരിക്കണതിന് മുമ്പൊന്ന് ബാത്റൂമിൽ പോവും. അതെന്തിനാ? മൂത്രയിക്കാൻ പോണല്ല, 2 പഫ് വലിക്കാൻ. ആ വലിച്ചൂരി അതിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് വരും. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി പോവും. അതെന്തിനാ? ഒന്ന് വലിക്കാൻ. പിന്നെ ഭക്ഷണം കഴിക്കണതിന് മുമ്പൊന്ന് പോവും. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പോവും. പിന്നെ പള്ളിക്ക് വരാൻ നേരത്തൊന്ന് പോവും. പിന്നെ തറാവി കഴിഞ്ഞ് നിന്നിട്ടൊന്ന് വലിക്കും. പിന്നെ അത്താഴത്തിന് എണീക്കുമ്പോന്ന് വലിക്കും. അത്താഴം കഴിഞ്ഞിട്ടൊന്ന് വലിക്കും. പിന്നെ സുബൈക്ക് വരുന്നതിന് മുമ്പൊന്ന് വലിക്കും. അവസാനത്തെ ഒരു വലിയും കൂടി. ഇപ്പൊ എത്രയായി? എന്താ പിന്നെ കാര്യം? പകലന്തിയോളം പുകവലി ഒഴിവാക്കിയിട്ട് സ്വന്തം ദേഹേച്ഛക്കെതിരെ പോരാടിയ മനുഷ്യൻ രാത്രി ഇങ്ങനെ പലിശ അടക്കം വലിച്ചാലോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, മനസ്സാക്ഷിക്കുത്തുണ്ടല്ലോ പുകവലിക്കാർക്ക്. ബാപ്പാനെ കണ്ട ഇങ്ങനെ വിഴുങ്ങും, വലിച്ചോണ്ടിരിക്കുന്നോ ഉള്ളിക്കങ്ങ് എടുക്കും. ഉസ്താദിനെ കണ്ട എടുത്തിട്ട് കാലിലോട്ടിട്ട് ചവിട്ടി അരക്കും. അങ്ങനെ ബഹുമാനിക്കുന്ന മുതിർന്ന ആരെ കണ്ടാലും അപ്പൊ വരെന്നെ അറിയാ ഇത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. എന്തിനാണ് സുഹൃത്തുക്കളെ ഇത്? ഒരു നോമ്പ് കൊണ്ട് നമുക്കതങ്ങ് വലിച്ചെറിഞ്ഞൂടെ? ഇനി ഞാൻ ഇത് തൊടൂല്ല എന്നുണ്ട്. നിങ്ങൾ നോക്ക്, അതിന്റെ പുറത്ത് സിഗരറ്റ് പാക്കിന്റെ പുറത്ത് തന്നെ എഴുതിക്ക സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, നിയമപരമായ മുന്നറിയിപ്പ്. അതെന്താ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് മാത്രല്ല, സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർ പിടിച്ചവന്റെ ചിത്രം, അങ്ങനെ ഇരിക്കുന്ന ചിത്രം അയിമ കുത്തിയിട്ട് പിന്നെയും വലിക്കുക. എന്തൊരവസ്ഥ! ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താ? ചത്താ ചത്തോട്ടെ, പോയാ പോട്ടെ, കൊളുത്തടാ എന്ന് പറഞ്ഞ് വലിക്കല്ലേ. അപ്പൊ ഈ രൂപത്തിൽ ദേഹേച്ഛക്ക് മനുഷ്യൻ കീഴ്പ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ മനസാക്ഷിക്ക് പോലും നമ്മൾ എതിര് ചെയ്യല്ലേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷൻ, ഇതിന് അടിമപ്പെടുക എന്നാ പറയാ അല്ലെ? ഇതൊരു അടിമപ്പെടലാണ്. അതുകൊണ്ട് റമളാനിലൂടെ നമുക്ക് 14 മണിക്കൂർ പുകവലി ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ ഇനി പുകവലിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ആ തരത്തിലുള്ള ഒരു ആത്മനിയന്ത്രണം നമുക്ക് വരും 11 മാസങ്ങളിലും നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിന് കരുത്ത് പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളൊരു തഖ്വയാണ് നോമ്പിലൂടെ നമ്മളിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുള്ളത്.